പിറന്നാളാണ് കേട്ടോ. പക്ഷെ അത് എന്താണെന്നോ ഒന്നും ആദർശിന് അറിയില്ല. നയന എല്ലാ പിറന്നാളിനും നയനയുടെ വീട്ടിലെ സദ്യ ഉണ്ടാക്കുകയും അവര് ഫാമിലി ആയിട്ട് അമ്പലത്തിൽ പോവുകയും അതുപോലെ തന്നെ വൈകിട്ടത്തെ ഫുഡ് പുറത്തുനിന്നാക്കുകയും അങ്ങനെ ആഘോഷപരമായിട്ടായിരിക്കും മൂന്ന് മക്കളുടെയും ബർത്ത്ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുക. അങ്ങനെ അവളുടെ പിറന്നാൾ വരികയാണ് കേട്ടോ. രാവിലെ തന്നെ കുളിച്ച് ഒരുങ്ങി പൂജാമുറിൽ കയറിയിട്ട് നയന പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വർഷവും എന്റെ അമ്മയുടെ അച്ഛൻ്റെ ഒപ്പം ഇരുന്ന ഞാൻ ആഹാരം കഴിക്കാറ്, ഈ വർഷം അത് നടക്കില്ല ഭഗവതി എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അവള് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ അമ്മയച്ഛനെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റില്ല, എനിക്കാണെങ്കിലോ അങ്ങോട്ട് പോകാനും തടസ്സ. എന്റെ ബർത്ത്ഡേ ആണെന്ന് ഇവിടെ ആരും അറിയണ്ട, പിന്നെ അത് മതി ഓരോന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ. ഈശ്വര, എങ്ങനെയെങ്കിലും എന്റെ അച്ഛന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഓരോ ചോറുണ്ണാൻ എനിക്ക് ഭാഗ്യം തരണേ എന്നൊക്കെ പറഞ്ഞ് നയന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നയന പുതിയ സാരിയും പുതിയ കമ്മലമാലയൊക്കെ ഇട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ അകത്തേക്ക് വരുമ്പോഴേക്കും ജാനകി ചോദിക്കുകയാണ്, ആഹാ ഇന്ന് എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടല്ലോ, മുഖത്ത് വളരെ പ്രസാദം ഉണ്ടല്ലോ, എന്താ കാര്യം? ഒന്നുമില്ല ചെറിയമ്മേ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോന്നു. അതല്ല എന്തോ ഉണ്ടെന്ന് പറയുമ്പം ഈ ചെറിയമ്മയുടെ ഒരു കാര്യം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോവാണ് കേട്ടോ. അങ്ങനെ നയന എല്ലാവർക്കുമായിട്ട് കോഫിയും അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആദർശ് വന്നിട്ട് കോഫി ചോദിക്കുമ്പം നയന കോഫി കൊടുക്കുന്നുണ്ട്. അപ്പം നയന ഓർക്കുകയാണ്, എന്തായാലും ആദർശേട്ടന്റെ കയ്യിൽ നിന്നും ഒരു ബർത്ത്ഡേ വിഷസ് ഒന്നും പ്രതീക്ഷിക്കണ്ട, ആദർശേട്ടന് ബർത്ത്ഡേ ഒന്നും അറിയില്ലല്ലോ. അത് മാത്രല്ല ഇനി നമ്മൾ പറഞ്ഞാല് അത് ഒരു ചളിയായി പോവും, എല്ലാരും കൂടെ മനുഷ്യനിട്ട് കൊല്ലാക്കൊല ചെയ്യും, അതുകൊണ്ട് ആരും ഒന്നും അറിയണ്ട, എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോകാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നയന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അങ്ങനെ ആദർശ് പറയാണ്, ഞാൻ ഓഫീസിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാവരോടും കഴിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനൊഴികെ ബാക്കി എല്ലാവരും ഓഫീസിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനയാണെങ്കിലോ തകൃതിയായിട്ട് അടുക്കളയിലെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ജാനകി ചോദിക്കുകയാണ്, എന്താ മോളെ കാപ്പിക്ക്? അത് ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതെല്ലാം അവര് കഴിച്ചിട്ട് പോയി, ഇനി ഉച്ചക്കത്തേനുള്ള ഊണുണ്ടാക്കണം, അത് മാത്രമേ ഉള്ളൂ, കാപ്പിപ്പുരാടി കഴിഞ്ഞു എന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ നയനയുടെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട്. നയന ഫോൺ എടുക്കുമ്പോൾ ആദർശ് പറയാണ്, നയന ഒരു ക്ലയന്റ് വന്നിട്ടുണ്ട്, അത്യാവശ്യമായിട്ടും താൻ ഇങ്ങോട്ടേക്ക് വരണം, ഒരു ഡിസൈൻ വേണമെന്ന് പറയുമ്പോൾ നയന മനസ്സിലോർക്കാണ്, ഈശ്വര ഇന്ന് നല്ല ഊണുണ്ടാക്കാമെന്നും എങ്ങനെയെങ്കിലും എന്തെങ്കിലും പേര് പറഞ്ഞ് എന്റെ അമ്മയുടെ അച്ഛന്റെ അടുത്തേക്ക് പോകണമെന്നും അവർക്ക് എങ്ങനെയല്ല ഫുഡ് കൊടുത്തിട്ട് അവരുടെ ഭാഗം രണ്ടുള്ള ചോറുണ്ടാക്കി കഴിക്കണം, അവിടെയും പോയി പായസമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചതാണല്ലോ, അമ്പലത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചത്, അതൊന്നും നടക്കില്ലല്ലോ എന്ന് ഓർത്ത് മനസ്സ് വിഷമിച്ച് നയന ഞാൻ വരാം ആദർശേട്ടാ എന്നും പറയാണ്. അപ്പോഴേക്കും അവിടുന്ന് മുത്തശ്ശൻ ചോദിക്കാണ്, എന്താ മോളെ ആരാ ഫോണിലും ചോദിക്കുമ്പം ആദർശേട്ടനാ മുത്തശ്ശ, കമ്പനിയിൽ ഒരു ക്ലയന്റ് വന്നിട്ടുണ്ട്, അത്യാവശ്യമായിട്ട് ഡിസൈൻ ചെയ്യാൻ എന്നോട് അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തായാലും മോൾ ഇവിടുത്തെ കാര്യം നോക്കണ്ട, ഇവിടെ ഇപ്പം ലക്ഷ്മി ജാനകിയും പിന്നെ നിന്റെ അമ്മായിമ്മയും നിന്റെ ചെറിയമ്മയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അടുക്കളയിൽ പാചകം ചെയ്തോളും, മോള് പോകാൻ നോക്കെന്ന് പറയാണ്. അപ്പോഴേക്കും ജാനകിയും ലക്ഷ്മിയുടെ അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് മുത്തശ്ശൻ പറയാണ്, ജാനകി ലക്ഷ്മി മാത്രമേ ഈ വീട്ടില് ജോലി ചെയ്യുന്നവരായിട്ടുള്ളൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ദേവയാനിയും ജലജയും ഇങ്ങനെ മാറി മാറി മുഖത്തോട് നോക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, ലിപ്സ്റ്റിക് ഇട്ട് ഹാളിൽ വന്നിരിക്കാൻ ആർക്കും പറ്റും, അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ജോലി എടുത്താലേ ശരീരത്തിന് എന്തെങ്കിലും ആയാസമൊക്കെ ഉണ്ടാവുള്ളൂ, എപ്പോഴും ഇങ്ങനെ മേക്കപ്പ് ഇട്ടിരുന്നാല് ശരീരം അതിനനുസരിച്ച് വഴങ്ങിയെന്ന് വരില്ല, പ്രായമാകുമ്പോ കൂടുതൽ വഷളാകത്തേ ഉള്ളൂ എന്നും പറഞ്ഞ് മുത്തശ്ശനൊന്ന് കളിയാക്കിയിട്ട് കയറിപ്പോവാൻ കേട്ടോ. അപ്പോഴേക്കും ജലജ പറയാണ്, കേട്ടില്ലേ ഏട്ടത്തി, നമ്മളെയാ കുത്തി പറഞ്ഞിട്ട് പോകുന്നത്, നമ്മളെ ജോലി ചെയ്യുന്നില്ല എന്ന് പോലും, നയനമോള് ചെയ്യുകയാണെന്ന് പറഞ്ഞ് എല്ലാരും തലയിൽ കയറ്റി കൊണ്ടു നടക്കല്ലേ, ഇപ്പൊ ഇതാ പുതിയ ഡിസൈനറായിട്ട് അവളെ നിയമിക്കാൻ പോയേക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ പറയാണ്. ദേവേനി പറയുന്നുണ്ട്, ആ കാര്യത്തിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല ജലജ, അവൾ ഡിസൈൻ ചെയ്യുന്നതൊക്കെ നീ കണ്ടിട്ടുള്ളതല്ലേ, നമ്മൾ തന്നെ കണ്ണും തള്ളി നിന്ന് പോയിട്ടില്ലേ, അപ്പൊ പിന്നെ അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് നയനെ ഓഫീസിലേക്ക് വിളിപ്പിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഒരു ഡിസൈൻ വേണം, 2 മണിക്കൂർ സമയം തരാം, അതിനുള്ളിൽ മനോഹരമായിട്ട് തീർക്കണമെന്ന് നയനോട് പറയാണ് കേട്ടോ. നയന പറയാണ്, ഏത് മോഡലിൽ വേണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് ഇതെല്ലാം ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നീ ഇവിടുന്ന് വർക്ക് ചെയ്യുക, എനിക്കും കൊച്ചിനും ഒക്കെ അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, 2 മണിക്കൂറിന് ശേഷം മാത്രം ഇവിടുന്ന് ഇറങ്ങാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നയനെ അവിടെ സെറ്റാക്കിയിട്ട് പവിത്രനെയും കൂടിയിട്ട് നയനയ്ക്ക് ഹെൽപ്പിനായിട്ട് ഏൽപ്പിച്ചിട്ട് ആദർശമൊക്കെ കൂടി മീറ്റിങ്ങിനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നയന ആദർശിനെ വിളിക്കുകയാണ്, ആദർശേട്ടാ ഈ വർക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ഓക്കെ, താനെ ഇനി വീട്ടിലേക്ക് പോയിക്കോ, എന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, താനെ ഓട്ടോ പിടിച്ച് പോകാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോയിക്കോളാമെന്നും പറഞ്ഞിട്ട് ആ ഡിസൈൻ എല്ലാം പവിത്ര ഏൽപ്പിച്ചതിന് ശേഷം നയന ഓട്ടോ വിളിച്ച്
അങ്ങോട്ട് ചെല്ലുണ്ട്, അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നയന ചെല്ലുമ്പോഴേക്കും കഥക് അടഞ്ഞു കിടക്കായിരിക്കും കേട്ടോ. നയന കഥക് തുറന്നും നയന ഞെട്ടിപ്പോവാണ്. ശരിക്കും അവിടെ ഒരു പാർട്ടി ബോംബൊക്കെ അനിയും നന്ദും കൂടി പൊട്ടിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നയന അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. നയനം നോക്കുമ്പം ഹാളെല്ലാം വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു വലിയൊരു ബർത്ത്ഡേ കേക്കും അതുപോലെ തന്നെ അലങ്കാരങ്ങളും കുറച്ച് ആളുകളെ ഒക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ കൂടെ തന്നെ നയന ഒരുപാട് ആഗ്രഹിച്ചതുപോലെ നയനയുടെ അമ്മയും അച്ഛനും നന്ദും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശാണെങ്കിൽ നയന സർപ്രൈസ് ഹാപ്പി ബർത്ത്ഡേ ടു എന്ന് പറഞ്ഞിട്ട് ആദർശാണ് കേട്ടോ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നയന നീ ഷോക്കാവുന്നുണ്ട്. ശരിക്കും നയനെ അവിടെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഡിസൈൻ വരയ്ക്കാൻ പറഞ്ഞിട്ട് നയനെ ആദർശ് ഓഫീസിലേക്ക് വിളിച്ചത്. ഇതേ സമയത്ത് തന്നെ ആദർശും കൊച്ചനും അങ്ങനെ എല്ലാവരും തന്നെ അനന്തപുരിയിലേക്ക് വന്നിട്ട് ഈ ബർത്ത്ഡേയുടെ ഒരുക്കമൊക്കെ ചെയ്യുന്നുണ്ട്. ജലജയ്ക്കും ദേവയാനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അതൊന്നും ആരും വക വയ്ക്കാതെ അവൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കനകേനെയും ഗോവിന്ദനെയും അവർ വിളിക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു അന്ന് ഫുഡ് ഉണ്ടാക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഊണൊക്കെ വരുത്തുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ജാനകി അവിടെ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഗംഭീരമായിട്ട് തന്നെ അതുപോലെ ടേബിൾ നിറയെ കുറെ വിഭവങ്ങളൊക്കെ ഞാൻ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ടേബിളിൽ കേക്ക് വെച്ചിട്ടുണ്ട്. ആദർശ് ബാ നയനാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് നയനെ കൊണ്ട് കേക്ക് മുറിപ്പിക്കുകയാണ്. നയന അത് കട്ട് ചെയ്ത് തന്നെ ആദ്യം തന്നെ ആദർശിന് കൊടുക്കുന്നുണ്ട്. നിന്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അമ്മയ്ക്കും അച്ഛനും നന്ദനും കൊടുത്തിട്ട് മുത്തച്ഛനും മുത്തശ്ശിക്കും അങ്ങനെ എല്ലാവർക്കും നയന കേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയനെ പറയാണ്, അപ്പൊ എന്നെ ഇതിനു വേണ്ടിയിട്ടാണല്ലേ മാറ്റി നിർത്തിയെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ് എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ് എന്ന് ചോദിക്കുമ്പോൾ അല്ല അപ്പൊ ആദർശിന്റെ സർപ്രൈസ് തരാനൊക്കെ അറിയാല്ലേ എന്നൊക്കെ നയനെ കളിയാക്കി ചോദിക്കുന്നുണ്ട്. അതെന്ത് ചോദ്യമായിട്ടെത്തി എന്റെ ഏട്ടനെ കുറിച്ച് ഏട്ടത്തിന്ന് വിചാരിച്ചെന്ന് ചോദിക്കാണ് കേട്ടോ ആനി. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ നയന ആഗ്രഹിച്ചതുപോലെ തന്നെ അവളുടെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ കനകവും ഗോവിന്ദനും ഇരിക്കുന്നുണ്ട്. കനകം പറയാണ് എല്ലാ പിറന്നാളും എന്റെ മകൾക്ക് ഒരു ഉരുള ചോറ് ഞാൻ മാറി കൊടുക്കാറുണ്ട്. അത് ഇത്തവണ ഇല്ലാതായി പോകുന്നത് ഞാൻ ഒരുപാട് പേടിച്ചു എന്ന് പറയുമ്പോൾ നയനെ പറയാണ് രാവിലെ പൂജാമുറിൽ കയറി ഞാനത് പ്രാർത്ഥിച്ച ഈശ്വര എങ്ങനെയെങ്കിലും എന്റെ അമ്മയുടെ കൈകൊണ്ട് ഒരു ഉരുള ചോറ് വാങ്ങി തിന്നാൻ അനുഗ്രഹിക്കണേന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു എന്ന് പറയാണ്. അപ്പോൾ കനകം പറഞ്ഞു ഈശ്വരനല്ല നിന്റെ ഭർത്താവ് അത് കേട്ടേന്ന് പറഞ്ഞിട്ട് നയനയ്ക്ക് ചോറ് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. കനകവും ഗോവിന്ദനും ഒക്കെ നന്ദുവും വന്ന് മേടിക്കുന്നുണ്ട്. നവ്യാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് പുച്ഛഭാവത്തിലൊന്നും മൈൻഡ് ചെയ്യാതിരിക്കാൻ കേട്ടോ. അപ്പോഴേക്കും ജാനകി പറയാണ് നന്ദുവും നയനയും പോയി അമ്മയുടെ അച്ഛനെയും കൈകൊണ്ടുള്ള ചോറ് മേടിച്ചു. നവ്യ എന്താ മേടിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ലെന്ന് നവ്യ പറയാണ്. അപ്പം ജാനകി പറയാണ് അതാ ഞങ്ങൾ എപ്പോഴും പറയാറ് നയനയുടെ ചേച്ചിയാണ് നീ എന്ന് ഒരിക്കലും ആരും പറയില്ല എന്ന് ജാനകി കളിയാക്കിക്കൊണ്ട് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നവ്യ. എന്നിട്ട് ഈ ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ട് നവ്യ അബിയോട് പറയാണ് നിനക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനെന്ന് പറയുമ്പോഴേക്കും നിന്റെ പിറന്നാൾ അതൊരു ആയില്ലല്ലോ, പിറന്നാൾ ഞാൻ നിനക്ക് ഇതിന് വലിയൊരു സർപ്രൈസ് തന്നെ തരാമെന്ന് പറഞ്ഞിട്ട് അവൻ മനസ്സിലാലേക്കാണ്. അതിനു മുമ്പ് തന്നെ നിന്നെ തീർക്കുകൂടി നിന്റെ ശവപ്പെട്ടിയായിരിക്കും നിനക്കുള്ള സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അബി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് ഫുഡൊക്കെ എല്ലാവരും കഴിച്ചതിന് ശേഷം ആദർശ് നയനയ്ക്ക് ഒരു ഗിഫ്റ്റ് കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു റിംഗ് ആണ് കേട്ടോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ആദർശ് നയയുടെ കൈകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും ദേവേന ഇങ്ങനെ കട്ട കലിപ്പിൽ നിൽക്കാണ് കേട്ടോ. അപ്പൊ ശരിക്കും ഇത് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് വെച്ചാല് വെളുപ്പിനെ നന്ദുവിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ ചേച്ചി എന്നും പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ നന്ദു ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോഴേക്കും അനി വന്നിട്ട് ആദർശനോട് പറയാണ് ഏട്ടാ നേട്ടത്തിന്റെ ബർത്ത്ഡേ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ നീ ഇപ്പൊ പറയരുതേ, നമുക്ക് ആരും നമ്മൾ അറിഞ്ഞ അവൾ അറിയണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കാന്ന് പറയുമ്പോൾ അനി പറയണത് എന്തെങ്കിലും നല്ല ഐഡിയ ആയിട്ട് നമുക്ക് നല്ലൊരു സർപ്രൈസിന്റെ ഏട്ടത്തേക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ അനിയും ആദർശത്തെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം ചെറിയച്ഛനും കൊച്ചച്ഛനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ദേവിയോടും ജലജയോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. നയനെ ഓഫീസിലേക്ക് വിളിച്ചതിന് ശേഷം അവരെല്ലാ സാധനങ്ങളും മേടിച്ച് വന്നതിന് ശേഷമാണ് അവർ പറയുന്നത്. കാരണം ദേവേനെ ജലജ അറിഞ്ഞാൽ അവളെ പിടിച്ചു നിർത്തി കൊളവാക്കുമെന്ന് ഇവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അവരോട് പറയാതിരുന്നത്. അങ്ങനെ ആദർശം നയനോട് പറയുന്നുണ്ട് അപ്പം ഇനി നിന്റെ ഒരാഗ്രഹം കൂടെ സാധിക്കാനുണ്ട്, അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞില്ലേ, എല്ലാ തവണ അമ്മയുടെ അച്ഛനെ കൂടെ അല്ലേ ഇത്തവണ ഭർത്താവിന്റെ കൂടെ പോകുന്നുണ്ട്, കുഴപ്പമില്ല ഉണ്ടോ എന്ന് റൊമാൻറ്റിക് ആയിട്ട് ചോദിക്കുമ്പോൾ മുത്തശ്ശിയോട് പറയാണ് എങ്ങനെയുണ്ട് എന്റെ കൊച്ചുമോൻ. അപ്പൊ മുത്തശ്ശി പറയാണ് നിങ്ങളുടെ അല്ലേ കൊച്ചുമോൻ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. അവന് റൊമാൻസ് ഒക്കെ വരുന്നത് കണ്ടോ എന്നും പറഞ്ഞിട്ട് കളിയാക്കാണ്. അപ്പോഴേക്കും ജലജ പറയണ ഏട്ടത്തി ഇനി ഏട്ടത്തി പിടിച്ചാൽ കിട്ടില്ല, അവൻ കണ്ടോ മുഴുവനായിട്ടും നയനിൽ അലിഞ്ഞു ചേർന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ജലജയുടെ എരിപിരി കയറ്റുന്നുണ്ട്. ഈ സമയം ദേവനെ ഇങ്ങനെ കളിപ്പിച്ച് നിൽക്കാണ് കേട്ടോ. എന്നിട്ട് ആദർശ് എല്ലാവരോടും പറയാണ് ഞാനും നയനയും കൂടി അമ്പലത്തിലേക്ക് പോവാണ്, നിങ്ങൾ ഇവിടെ നിന്ന് വൈകുന്നേരം പോയാൽ മതി എന്ന് ഗോവിന്ദനോട് കനകയോടും ആദർശ് പറയുന്നുണ്ട്. അപ്പം ഗോവിന്ദൻ പറയണ ഇല്ല മോനെ എനിക്ക് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്, മോൻ ഞങ്ങളെ വഴിയിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി, ഞങ്ങൾ പോയിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ അച്ഛനെയും അമ്മേനെയും കൂട്ടിയിട്ട് ആദർശ് നയനെയും കൂട്ടിക്കൊണ്ട് അവന്റെ കാറിൽ തന്നെ കൊണ്ട് വീട്ടിൽ ഡ്രോപ്പ് ആക്കി. അതേ സമയത്ത് തന്നെ നയനെയും ഒന്നിച്ച് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ അടുത്ത പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാകാതിരിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.